പാട്ടിയ ഏതൊരു ഏതൊരു മനുഷ്യനാ അമ്മളി പറ്റുക പറഞ്ഞപ്പോട്ടെ ഞാൻ അപ്പഴേ പറഞ്ഞിരിക്കണേ ഇല്ല ഇങ്ങനെ കുക്കിങ് അത് സ്വിച്ചിട്ടാണോ മുഖം മാറിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നൊരു സുപ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നൊരു സുപ്രധാന ദിവസം. എന്താ നിങ്ങൾ പറയും? ഇവിടെ ഒരാളെ കാണില്ലല്ലോ. ഇന്ന് ഉമ്മല്ല, നമുക്കിന്ന് ഒരു മരിച്ചോടത്ത് പോകാനുണ്ട് ഉമ്മന്റെ അങ്ങ്. അപ്പൊ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഉമ്മ എന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷെ ഞാനത് നേരെ നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങൾ ഗൾഫ് നീക്കി ഒരു മലൂത്ത് ഉണ്ടാക്കി തരില്ലേ, അത് നമുക്ക് ഇന്ന് വെക്കണം. അപ്പൊ ഇന്ന് നോമ്പ് 28ാമത്തെ ദിവസമാണ്. അപ്പൊ 28ാമത്തെ നോമ്പ് നമ്മൾ മിസ്റ്റർ നസ്രുവിന് കൊടുക്കുന്നു. ചിക്കനൊക്കെ സെറ്റാ, ചിക്കനും റൈസൊക്കെ സെറ്റാ. ഉണ്ടാക്കിയല്ലേ? അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ വക ഒരു കട്ട്ലേറ്റും. അപ്പൊ ഓക്കെ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം ആ അരി കുറച്ചേരം വെള്ളത്തിലിട്ട് പൂത്തണം. അല്ല, ഞാൻ പറഞ്ഞുതരാ. ഇത് ആദ്യം കുറച്ചേരം വെള്ളത്തിൽ ഇത്ര വേണോ അരി? ഇത്ര വേണോ? ബാക്കിയാവട്ടോ, ബാക്കിയായ അമ്മ ഞങ്ങളെ കൊല്ലു. വെള്ളമില്ല. ഇതല്ലല്ലോ, ഈ മോട്ടറാണോ ഇടല്? പുറത്തല്ലേ? പുറത്താ. റെഡി? ഓക്കെ. നസ്രുദ്ദീൻ നല്ല കുക്കാണ്. നസ്രുദ്ദീന്റെ നസ്രുദ്ദീന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് നല്ല ആടിന്റെ സ്പെഷ്യൽ മലബൂത്ത് ഉണ്ടാക്കൂലേ? എങ്ങനെ അതിന് ഈ ആട് ഇങ്ങനെ വെന്തലിഞ്ഞിട്ട് ഒരു വട്ടം വട ഉണ്ടാക്കി തന്നപ്പോ എന്തേന് കഥ പറയട്ടെ? ജീരകം കൂടിയിട്ട് തൊള്ളയില് വെക്കാൻ വരുമ്പോ പറഞ്ഞ് ഇതേത് ചെയ്തിട്ടിന്റെ പൊന്നുമോൻ അടുക്കളയിൽ കയറിയത്. പക്ഷെ സ്പെഷ്യലാണ് കേട്ടോ മലബൂത്ത്. ഞാൻ ഗൾഫിലുള്ള സമയത്തേക്ക് വിശേഷമായ സമയത്ത് അടുക്കളയിൽ കയറാനാവില്ലേ, ആ സമയത്ത് അടിപൊളി മലബൂത്ത് ഉണ്ടാക്കി തരും എനിക്ക്. പക്ഷെ അവിടുത്തെ സ്പെഷ്യൽ അരി ആയിരുന്നു അല്ലേ? എന്തേനാ അരിന്റെ പേര്? ആ സൗദിയിലുള്ള സ്പെഷ്യൽ അരി ആയിരുന്നു അബൂബിൻത്ത്. വെള്ളം വന്നില്ലല്ലോ അല്ലേ? ആ കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് കുതിർത്താൽ. എന്താണ് മിസ്റ്റർ ഇനി പോയിട്ട് കോഴി എടുത്തുണ്ടോര് കോഴി കേൾക്കണം, പിന്നെ ഉള്ളി തക്കാളി ഐറ്റംസ് ഒക്കെ അരിയണം. ഒക്കെ പാട്ട് പാടാം. അണ്ണണ്ണ പാത്തിയ അണ്ണണ്ണ പൂത്തിയ. ആര് പാത്തി? ആർക്കുണ്ടോ ഓർമ്മ? നോക്ക്, നിങ്ങൾ പോയി ചിക്കൻ എടുത്ത് കൊണ്ടുവരും മിസ്റ്റർ നസ്രുദ്ദീൻ. നിങ്ങളാണ് കുക്കിങ്, ഞാനല്ല. വേട് പിന്നെ ചിക്കൻ എന്നാല് കഴിക്കാം. പിന്നെ ഉള്ളി വേണം, തക്കാളി വേണം, പിന്നെ വെളുത്തുള്ളി വേണം, ഒരു 2 ഇഞ്ചി വേണ്ട, പച്ചമുളക് 2 വേണം, കുരുമുളക് പൊടി വേണം, ചെറിയ ജീരകത്തിന്റെ പൊടി വേണം. ഇത്ര മതി, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്. പിന്നെ ലിറ്റിൽ പെപ്പർ, ലിറ്റിൽ ചീരകട്ട് ചട്ടി, കടുകറ അങ്ങനാക്കാം. പച്ചമുളക്, തക്കാളി, പച്ചമുളക് വേണം, തക്കാളി വേണം, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയാണ് അവള്. സംഭവം എന്താ അറിയോ, നമുക്ക് ശരിക്കും പത്തിരിയും കറിയും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് മോന് പോളിയോ കൊടുത്ത് വന്നിട്ട് ഇപ്പൊ 2-3 ദിവസമായി പോളിയോ കൊടുത്ത് വന്നിട്ട്. അപ്പൊ ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ കുഴപ്പമില്ല, വേദന നല്ല വേദനയും കരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ടും പനി ആക്കായിട്ട് ഞങ്ങൾ നല്ല ബേജാറായിപ്പോയി. ഇന്നലൊക്കെ നല്ല ചൂടും ആളെന്താ പറയാ, ഫുള്ള് ഭയങ്കര ആക്റ്റീവായിരുന്നു വാവ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇങ്ങനെ ഒക്കത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തല ഇവിടെ ആള് വെക്കൂല, പിന്നെ കയ്യും കാലും ഇട്ട് അങ്ങനെ അടിക്കുന്നതാണ്. 2 ദിവസം ആയപ്പോഴത്തെ ഈ പോളിയോ വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ സൈലന്റ് ആയി, ഒക്കത്തൊക്കെ അങ്ങനെ കിടക്കുക. സംഭവം ഇന്നലെ രാത്രി നമ്മൾ നല്ല ബേജാറായിപ്പോയി. നമ്മള്
പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ ഇവിടെയുള്ള ഈ ആശാ വർക്കറെ വിളിച്ചിങ്ങനെ മോന് പോളിയോ വെച്ചിട്ട് നെൽസിനൊക്കെ വിളിച്ചു ചോദിച്ചിങ്ങനെ പോളിയോ വെച്ചിട്ട് മോന് പനി കുറയുന്നില്ല. ഇപ്പോൾ ഒരു പറഞ്ഞ് ഇന്ന് അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വെച്ച സ്ഥലത്തേക്ക്. അപ്പോൾ കൊണ്ടുപോയി ഇന്നിപ്പോൾ അതാ കൊണ്ടുവന്നതാണ്. നല്ല ക്ഷീണമാണ്, അവർക്ക് പാലും കുടിക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, എപ്പോഴാ പെട്ടെന്ന് എണീക്കാൻ പറയുന്നത്. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ അങ്ങനെ കിട്ടൂല, ഞാൻ പോവും. കാരണം ഒരു തുച്ചിയിലൊക്കെ ആണ് പനി വന്നാൽ പൊതുവേ മക്കൾക്ക് ഒരു തുച്ചിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് പിന്നെ ഞാൻ നമുക്ക് ഈ മകബൂത്തുമല്ല ഒതുക്കാന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ. നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയും ചെയ്തിരിക്കുന്നു പണി. 4 മണിയാകുമ്പോഴത്തേ തുടങ്ങിയിരിക്കുന്നു. ഉമ്മയില്ലാത്തയും കൊണ്ട് മാറിയെടുക്കാനും ആരും ഇല്ലല്ലോ. അവനെ ഉമ്മ വേഗം വരും കേട്ടോ. ഉമ്മ മരിച്ചോടത്ത് പോയി ഉമ്മ വേഗം വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് മരിച്ച്. അപ്പോ ഇനി ഉള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി ഇത് മതിയോ നോക്കി? ഓ വെളുത്തുള്ളി എനിക്ക് മറന്നു പോയി. നിങ്ങൾ അന്ന് അവിടെ അല്ല ഞാൻ ഒരുക്കി തരുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കണം. വെളുത്തുള്ളിയാ മതി, മതി, തൊളിച്ച് വെച്ചാ മതി. അപ്പൊ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കാം. വെളുത്തുള്ളി ഇത്ര മതി. പിന്നെ ഒരു വലിയ ഉള്ളി ആണെങ്കിൽ ഒരു 2-3 എടുത്തോ. വലുതാണെങ്കിൽ ഐറ്റ ഒന്നുകൂടി എടുത്തോ. ഉള്ളി വേണോ? ഉള്ളി ഇത്ര വേണം, അത്ര വേണം. അപ്പോൾ ഇനി അരി എന്താ പരിപാടിയുള്ള ഇനി? ഉള്ളി ആദ്യം ഇങ്ങനെ അരിഞ്ഞു വന്നാൽ എനിക്ക് കുക്കർ വെക്കാം. ഓ അങ്ങനെ അത് മതി. എന്താണ് പിന്നെ ബാങ്ക് കൊടുത്ത് കഴിയട്ടെ, കുറച്ച് സംസാരിക്കാം. ഈ ഉള്ളി അരിഞ്ഞ് വേഗം സെറ്റാക്കി ഞാൻ കുക്കറും കാര്യങ്ങളൊക്കെ വെക്കാം. കുക്കർ നമുക്ക് ആടുന്ന് കൊണ്ടുപോകുന്ന കുക്കർ ഉപയോഗിക്കാം. അതന്നെ ഇവിടെ നമ്മക്ക് പേടിയാട്ടെ ഈ കുക്കർ ഈ കുക്കർ ഉപയോഗിക്കാൻ. രസം എന്താന്ന് വെച്ചാല് ഞാന് അത്ര എന്താ അറിയോ, ഞാൻ ഈ കുക്കറിലായിരുന്നു അവിടെ ഞങ്ങൾ സൗദി പോയ സമയത്ത് ഉപയോഗിക്കല്. ഇത് ആദ്യം എനിക്ക് കിട്ടിയ സമയത്തും ഈ കുക്കറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുക്കർ ഇങ്ങനെ പറയ്ക്കും. നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ എനിക്ക് ഇപ്പൊ പൊട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ അവിടെ അടുത്ത നൈബറിനോട് ഞാൻ ചോദിച്ചു, അല്ല ഈ കുക്കർ പൊട്ടി എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇത് വിസിലടിയൂല, ഇത് ടൈമാണ്. നമ്മളിപ്പോ ചിക്കൻ കറി ഒക്കെ വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ്, ഇപ്പൊ ബീഫൊക്കെ വെക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ഒന്നും അല്ലല്ലേ ബീഫിന്. എനിക്ക് തോന്നുന്നു ബീഫിന് ഒരു 1/2 മണിക്കൂർ. പക്ഷെ ഏറ്റവും സേഫായ കുക്കറാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും, നല്ല സുഖമായിട്ടോ ഇതിൽ കുക്ക് ചെയ്യാൻ. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ നമുക്ക് എന്തായാലും പേടി ഉണ്ടാവും, പക്ഷെ പിന്നെ നല്ല സുഖം. പക്ഷെ ഇത് ഞാൻ എന്റെ ഉമ്മക്കും കൊണ്ട് കൊടുത്തിട്ട് കാക്കൻ്റെ ഉമ്മക്കും കൊണ്ട് കൊടുത്തിരുന്നു. പക്ഷെ രണ്ടാക്കും പേടി. ഞാൻ അവിടെ എന്റെ വീട്ടിൽ പോയാലും ഇനി വെക്കാൻ കുക്കറിൽ പറയും, ഇവിടെ വന്നാലും ഞാൻ തന്നെയാണ് ഈ കുക്കറിൽ വെക്കല്. പേടിയായിട്ട് വേഗം നോക്കണം കേട്ടോ. ആരൊരാൾ അലാറം അടിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സാധനം ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് 10 മിനിറ്റ് സമയം മതി ഇത് ഉണ്ടാക്കാൻ. ഫുള്ള് വെള്ളം. എന്തേ തങ്ങളെ കഥ? വലിയ ഷെഫ് വെള്ളം വാരുന്നേ മുന്നേ ആന്ന് ഉള്ളി സെറ്റാക്കാതെ ഓടി. ഇനി ഇന്നെ കാണിക്ക് ക്യാമറ, ഞാൻ നിങ്ങളെ മാത്രം കാണിക്കുന്നില്ലേ? ശരിയാണോ ആ ഉള്ളി ഇതാക്കണം? എന്താണ് എല്ലാരും അവസ്ഥ? പിന്നെ കട്ട് ചെയ്തോങ്ങള് സംസാരിക്കുന്ന കണ്ടില്ല? എന്താണ് എല്ലാരും അവസ്ഥ? പെരുന്നാളൊക്കെ അല്ലേ, ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാരും. ഞങ്ങൾ പിന്നെ ആ പരിപാടി വേഗം കഴിച്ചിട്ടോ, അതുകൊണ്ട് ആ പരിപാടി ഇല്ല. പെരുന്നാളിന് ഇനി മക്കളെ അടിപൊളി ജിഞ്ചിച്ചാക്കിന് വേഗം നോക്ക്. ജിഞ്ചിച്ചാക്കിന് ബ്ലോഗ് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോണ്ടി. നിങ്ങൾ ഞെട്ടിട്ടായിരിക്കും. നമുക്ക് എവിടെക്കോ പോണം. ഇല്ല അത് ടിവിയിലാ പറയാൻ പറ്റും. ഇവിടെ ചുറ്റും മക്കളുണ്ട്, ആര് കണ്ടാലും ഞാൻ പറഞ്ഞു ഇതിന്റെ ചെറുതാണ്. ആണ് ഗ്യാസ് കുറയ്ക്കും. ട്രെൻഡിങ് ആയില്ലേ? നല്ല അർത്ഥമുള്ള പാട്ടാട്ടോ. ആ ചോപ്പറിന് ടോപ്പ് ആക്കിയതേ. ഉമ്മ വന്നാൽ നമ്മളെ കൊല്ലും. നിങ്ങൾ ആദ്യമായിട്ട് 2 അടുക്കളയെ കയറ്റിച്ചിട്ട് ഒക്കെ പൊട്ടിച്ചോന്ന് ചോദിക്കൂ. അതെ ചെറിയൊരു പണി.
ഞാൻ എനിക്ക് ഇതിനെ പൊക്കിയപ്പോഴേ തോന്നിക്കുന്നത് എന്തോ ഒരു പണിക്കുള്ളതാണ്. വീഡിയോ കാണിക്കണം നാണക്കേടോ എന്താ സംഭവം എന്നറിയാമോ? സംഭവമാക്കാൻ നോക്കിയതാ, പക്ഷേ പണി കിട്ടിയില്ല. നിൽക്കുന്നില്ലല്ലോ. സംഭവം എന്താ അറിയോ? വേഗം പറയും. ഈ വീണെടുത്തൊന്നും ഇല്ലാണ്ട് വേഗം പറയും ഇങ്ങോട്ട്. പുള്ളി ഇന്ന് കിട്ടിയായില്ലേ വെളിച്ചെണ്ണ? സംഭവം അതൊന്നല്ല, നിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമൊന്നല്ല. അതെ, ഓള് അത് റെഡിയാക്കി വരുമ്പോഴേക്ക് ഞാൻ എന്റെ പരിപാടി നോക്കട്ടെ. ഇന്ന് തീരും തോന്നുന്നില്ല. ഉലുവയൊന്നും വേണ്ട. പരിപാടി നമുക്ക് കേട്ടോ. ഞാൻ പെരുന്നാളിന്റെ അടുത്ത് അന്ന് എടുത്തത് ഒരു ഇറ്റാലിയൻ ഡ്രസ്സാണ്. ഇല്ല, ഇങ്ങനെ കുക്കിങ് അത് സ്വിച്ച് ഇട്ടാണോ മുഖം മാറിയോ? സ്വിച്ച് ഇട്ടാണോ ഒരാൾ മുഖം മാറി? ക്യാമറ എടുത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് ചിരിക്കുന്നത്. നിങ്ങൾ ഏതാന്നറിയോ? നല്ലോണം അയക്കുന്നില്ലേ? അല്ല, ഈ അന്ന് ഉലുവ ഇടല്ലേ? ആദ്യം നിങ്ങൾ വെളുത്തുള്ളി അതിനിടല്. ഞാനല്ല ഉണ്ടാക്കല്, നീയാണോ? നീ ഉള്ളി ബാക്കിയുടെ അരി എന്നോട് കൂട്ടുകൂടാ. അന്നരിയുണ്ട്, വേഗം നോക്ക്. അത് നിങ്ങളാണെങ്കിൽ ഞാൻ ശരിന്റെ ഉള്ളിമേൽ കളിക്കുന്നതാണ്. എനിക്ക് അതുകൊണ്ട് കാണുന്നില്ല. ഭയങ്കര ആദ്യം തന്നെ ഫുള്ള് എന്നെ കൊണ്ട് സെറ്റാക്കി ഇട്ടാ മതിയായി. ഇനി ഇതിങ്ങനെ കൊള കണ്ണരിഞ്ഞ് ഇളക്കി കൊടുക്കാം. മാരായ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഉള്ളി അരിയണം, മനസ്സിലായോ? ഇനി തൽക്കാലം തക്കാളി ഉള്ളി അർജന്റായിട്ട് വേണം. നിങ്ങൾക്ക് ജീരകം പൊടിക്കണ്ടേ? ഇല്ല, ജീരകം പൊടിക്കുകയും വേണം. ആ ജീരകം പിന്നെ മതി. തൽക്കാലം എനിക്ക് വെളുത്തുള്ളി പക്ഷെ ഇതിലരിക്കണം. ഇതാണ് അരിക്കുന്നത്, ഇതിലേ അരിയുള്ളൂ ചെറുതിൽ. അത് അതൊന്നും ഇനി ചെയ്യ. തക്കാളി അടന്നോടെ ഞാൻ ചെയ്തോളാം. എനിക്ക് വേണ്ടിയത് വെളുത്തുള്ളി മാത്രം മതി. വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് തന്നാൽ മതി. ഒന്നും ചെയ്യണ്ട, സിമ്പിൾ പരിപാടിയാണ്. നമ്മളത് ഭയങ്കര സെറ്റപ്പ് പരിപാടി ഒന്നുമല്ല, വേഗം കഴിയും. കണ്ടോ, പുച്ചാണ് കണ്ടോ. എന്നാലും ഇങ്ങ അരി ഇങ്ങ അരി കോഴി കേൾക്കാണ്ട് അരി കേൾക്കാണ്ട് എന്തൊക്കെ പണിയുണ്ട്. ഞാൻ തന്നെ ചെയ്യണം. കോഴി ഇങ്ങക്ക് കേൾക്കാൻ അറിയാലേ? എന്നിട്ട് വെളുത്തുള്ളി റെഡിയായോ? വെളുത്തുള്ളി ഇതാക്കി അതിലിട്ട പ്രശ്നമല്ല. വെളുത്തുള്ളി കഥാക്ക് നാടാ പകുതിക്കായിട്ട് പാഞ്ഞ് കോയിങ്ങോൽക്ക് വന്നിക്കുന്നു. ഓ, നമ്മക്ക് ഓയിൽ ഇല്ലാത്ത ഒരു മയോണീസ് അടിച്ച് കാണിച്ചു കൊടുക്കുക. ചിലവർക്കൊക്കെ അറിയാം. കള 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 കളല്ലാണ്ട് ആ കോയിന്നായോ? ഓയ് ഓയ് ഓയ്, ഓയിലില്ലാണ്ട് അടിച്ച് കാണിച്ചു കൊടുക്കുക. ചിലവർക്കൊക്കെ അറിയാൻ മതി, എന്നാലും നമ്മക്ക് അടിക്കാം. ഇന്നാട് പറയാ സമ്മതിക്കൂല. മയോണീസ് അടിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാല് തിളപ്പിച്ച് കേക്ക് ഞാൻ ഇപ്പൊ വരാം.
വെളുത്തുള്ളി കേക്കാണ്. മതി ഒന്ന് കൈ കഴിക്കുമ്പോൾ കിട്ടിയോ ചെറുക്കിനെ ഉണ്ട്. അതിനെ കൊണ്ട് നല്ല ഐശ്വര്യമായിട്ട് ചതക്കുക. അത് തീയിലിട്ടിട്ട് പാത്രം ചിക്കൻ എന്താ 3-4 പ്രാവശ്യം ഞാൻ കേക്ക് ഇവിടെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആള് ഇതാ കുത്തുന്നുണ്ട് വെളുത്തുള്ളി. ചെറിയ ഇൻഗ്രീഡിയൻസോട് കൂടിയാണ് പരിപാടി. അതായത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, അത് മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ. ഞങ്ങൾ വെക്കുന്ന കണ്ടിരിക്കുന്നത് നോക്കണ്ട. ഞങ്ങൾ വെക്കുമ്പോ ഞങ്ങൾ കുറെ പരിപാടികളുണ്ടാവും. അപ്പോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീനിങ്, മിസ്റ്റർനെസ് റൂം. നല്ല പൈത്ത കർമ്മൂസ് ഉണ്ട് കേട്ടോ. മുറിക്കാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കഷ്ണം ഇഞ്ചി ഇട്ടാലോ? ഇഞ്ചി വേണ്ട. ഇഞ്ചി ഇനി വേണ്ട. ഇനി ഒരു 2-3 പച്ചമുളക് എടുക്കണ്ടോ. ഏത് കുറയും മനുഷ്യ? നമ്മൾ 1 കിലോനാട്ടോ വെക്കണേ. അങ്ങനാണെങ്കിൽ കുരുമുളക് മസ്റ്റാട്ടോ. അതല്ല, കുരുമുളക് പൊടി നല്ല കുറച്ച് തോന്നിടണം. പച്ചമുളക് ഇട്ട് വയറ്റാ പറഞ്ഞു കൊടുക്കൂ. നിങ്ങളല്ലേ കുക്കിംഗ്. മറ്റേ പണ്ട് എത്താത്തുണ്ടായിരുന്നു. അങ്ങനല്ല, പണ്ട് എത്താത്തുണ്ടായിരുന്നു ദൂരദർശനിൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ഉള്ളി അരി മറ്റേ ബൗളിൽ ഇങ്ങനെ കുറെ വെക്കുന്നിട്ട് അങ്ങനെയാണ്. എന്ത് രസാലേ. പിന്നെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി എത്ര ഇടണോന്നൊന്നും എനിക്ക് അറിയൂല. കുറച്ചിട്ടോളാം. കാരണം എന്താ പറയുക, എരു അമ്മക്ക് മസ്റ്റ് ആണ്. അത് കൂടിയാ കുഴപ്പമില്ല, കുറഞ്ഞാല ഒരു വാക്ക് പറയാൻ സമ്മതിക്കണം. കുരുമുളക് പൊടി കൂടിയ കുഴപ്പമില്ല, കുറഞ്ഞാ പ്രശ്ന. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കുരുമുളക് പൊടി കുറച്ചിടും. മോളെ ഒരു പ്രശ്നമുണ്ട്. ജീരകം പൊടിച്ചെങ്കിൽ എന്നോട് ഞാൻ എത്ര നേരമായി പറയുന്നത് ജീരകം പൊടിക്ക്. ജീരകം പൊടിക്ക്. എന്താ നോക്കണേ? എന്റെ തവളെ ഇന്നത്രയും കുറച്ച് കാണാം. ഈ ജീരകമാണ് നമുക്ക് വേണ്ടിയതാക്കണേ. ചെറിയ ജീരകം. മറ്റേത് പെരുംജീരകം എന്ന് പറയും, വലിയ ജീരകം. അത് നമുക്ക് അതിലിടാന്ന് അറിയില്ല. പക്ഷെ ഞമ്മക്ക് വേണ്ടിയതാണ്. അതാ വേണ്ടി. ഞമ്മക്ക് അതാ വേണ്ടി. നമുക്കതാണ് മോളെ വേണ്ടി. അത് പൊടിക്ക്. അത് വേഗം പൊടിക്കൂ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഉപ്പിട്ടില്ല. ഉപ്പിടാണ്ട്. ഉപ്പ് നിർബന്ധാട്ടോ ഇടല്. നമ്മളോട് മറന്നു പോയതാണ് ഉപ്പിടാൻ. കല്ലുപ്പാട്ടോ നമ്മളിടുന്ന. കല്ലുപ്പിനൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അത് മതിയാൻ മാനം നോക്കിയിട്ടിടാലേ നമ്മക്ക്. നമ്മൾ പ്രൊഫഷണൽ അല്ല. എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്. നമ്മളെ സുജാതന്റെ മിക്സിന്റെ പ്രശ്നം എന്താ അറിയോ? അടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ തോനാണോ അല്ല വെള്ളം ഒഴിക്കണോ, അല്ലെങ്കിൽ പൊടിയൂല. നമുക്കിവിടെ വേറൊരു മിക്സി ഉണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അടിക്കാൻ പറ്റും. നമുക്ക് കയ്യിലടിക്കാം. അടച്ചാണ് മിക്സി കാണുന്നില്ലല്ലോ. എവിടെ പോയി ഇരിക്കുകയാണോടാ കൂട്ടാ? ഞാൻ നിന്നെ എത്ര നേരമായി തിരയുന്നു. സെറ്റ് ആക്കി തന്നിട്ടുണ്ടോ? വോട്ട് ചെയ്യേണ്ടതാണ്. മതിയോ? ഓ മതി. ഇതിന്റെ കാലം എവിടെടാ? ഇതിനാണ് സുജാതന്റെ മിക്സിയിൽ അടിച്ചാൽ മതിയായി. കാര്യം കിട്ടണില്ല. അങ്ങോട്ട് പോവാ, ഞാൻ എടുക്കാം. സോറി ട്ടോ. സംഭവം എന്താ അറിയോ? സുജാതന്റെ മിക്സി ഇങ്ങനെ തിരിച്ചിട്ട് അടുക്കല്, ഈ മിക്സി ഇങ്ങനെ അടുക്കല്. എന്നാ പല്ലുകളും സുജാതന്റെ മിക്സി ഒക്കെയാണ് എന്റെ വീട്ടിൽ ഉപയോഗിക്കാറ്. ഇവിടെ ഈ മിക്സി എനിക്ക് ഇങ്ങനെ ഊരാൻ വേണ്ട കിടന്നെടുത്ത് ഉരുളല്ലേ മതി. പിന്നെ വേണ്ട സാധനം ഈ ജീരകം പൊടിച്ചതാണ്. വേറെ ഒന്നും വേണ്ട. നമ്മള് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ലേനി ചിക്കൻ അടുത്ത് ഇടുക. കുറച്ചിട്ടാ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഏകദേശം വെന്തിട്ട് മാത്രമേ നമ്മളെ തക്കാളിയാ പിന്നെ വരാനുള്ളൂ. വേറെ ഒന്നും ഇതിലിടൂല കേട്ടോ. അപ്പൊ നമ്മൾക്കിനി ചിക്കൻ ആട്ടോ ഇടണം. ചിക്കൻ
അല്ലേ തക്കാളി ഇട്ടിട്ടല്ലേ ചിക്കൻ ഇടല്? ചിക്കൻ ഒന്ന് ഇത് തക്കാളി വേഗം വെന്ത് ഉടഞ്ഞു പോയില്ല. അപ്പൊ തക്കാളി നമ്മൾ കുറച്ച് ലാസ്റ്റ് കഴിഞ്ഞിട്ട് എടുത്തു. അന്നന്ന പാത്തിയ അപ്പത്തെ തോത്തോത്തോ ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നന്ന പാത്തിയ അപ്പത്തി തക്കാളിയാണ് അപ്പാത്തിയോ പത്തി തോത്തോത്തോ അപ്പാത്തിയോ. ഞാൻ ഇപ്പൊ വരാം. മിസ്റ്റർ റക്കീബ് റസൂൽ അല്ല റാഖിബ് റസൂൽ എണീച്ചോ നോക്കി വരാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയി നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരനോ പനി വന്നിട്ട് എൻ്റെ മോൻ ക്ഷീണിച്ചു പോയിട്ടോ. സാരല്ല ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെയും തിരിച്ചെന്നെ നടക്കാം. ഇല്ല ഞാൻ ഓനെ നോക്കിയ പനി ഉള്ളതാണല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. അമ്മയില്ലാത്തതും കൊണ്ടേ അരി ഇനി കുറച്ച് ഇത് പൊതിർത്തിയല്ലേ ഇനി കേൾക്കണോ? അതല്ല കുറച്ച് ഇവിടെ കുറച്ച് മെസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നാൽ നമുക്ക് പണി കിട്ടും. കാരണം മോൻ എണീച്ച് കഴിഞ്ഞാൽ ഇതൊറ്റക്കാവും. അപ്പം ഞാൻ കുറച്ചുള്ളതൊക്കെ ക്ലീൻ ചെയ്യട്ടോ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടുന്ന് എടുത്തത് മറ്റേ ബസ്മതി റൈസ്, മറ്റേ ഗോൾഡൻ റൈസ് ആട്ടോ. വെള്ളത്തിലിട്ട് പൊതിർത്തിയതാണ്. ഇനി കേൾക്കണം നല്ലോണം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരിൻ്റെ അളവ് എടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് എങ്ങനെയാണെങ്കിലും ഈറ്റ ഒന്നിന് 2 ഗ്ലാസ്, അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം ഇനി. അപ്പോൾ ഇതൊന്നാ എടുക്കുന്നെങ്കിൽ ഇതിന് 2 വെള്ളം എടുക്കണം. ഇത്ര സിമ്പിളാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ പിന്നെ ഫസ്റ്റ് തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടിട്ടുണ്ടോ റെസിപ്പി മൊത്തം ലാസ്റ്റേക്ക്? എന്നാ പരിപാടി ചെയ്യൂ. റെസിപ്പി ഒന്നുമില്ല, നമ്മളിപ്പോ കാണിച്ചു കൊടുത്തില്ലേ. ഒന്നുമില്ല. ഒരു കുക്കർ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സവാള ഇടുക, പിന്നെ അത് വഴറ്റുക, എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇടുക, പിന്നെ 3-4 പച്ചമുളക് ഇടുക, പിന്നെ കുരുമുളക് ഇടുക, ജീരകം ഇടുക. അതൊന്ന് വഴറ്റി ആയതിനു ശേഷം കോഴി ഇടുക അല്ലേ? കോഴി ഇട്ടിട്ട് കോഴി ഒന്ന് അതിലേക്കൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മളെന്താ ഇടണ്ടി? പിന്നെ തക്കാളി ഇടും, പിന്നെ വെള്ളം ഒഴിക്കും, വെള്ളം ഒഴിക്കും, പിന്നെ മൂടിയിടും. പിന്നെ അത് വെന്ത് അതാ സാവധാനം ആ കുക്കറിൽ കിടന്ന് അങ്ങനെ ഒരു വെള്ളം പോലെ. ഇല്ല 10 മിനിറ്റ്. നിങ്ങൾ എവിടുത്തെ ചിക്കനാ? സൗദി ചിക്കൻ അല്ലത്, നമ്മളെ നാട്ടിലെ ചിക്കനാ. ഇല്ല, അങ്ങനെ ഒരു വട്ടം ഞാൻ വെച്ചിട്ട് വന്നില്ല. കാര്യോ നമ്മുടെ ചിക്കന് കുറച്ചുകൂടി വേവുണ്ട്. നമ്മ ഒരു കോഴി ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത്. ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതല്ലേ, ഈ കുരുമുളകും ജീരകവും ഇതില് കിടന്നിട്ട് വേവുന്ന ആ ഒരു ടേസ്റ്റാണ് ചിക്കൻ. പ്യുവർ ചിക്കൻ്റെ അതേ ഒറിജിനാലിറ്റി ഉള്ള ടേസ്റ്റ് അല്ലേ? വേറെ പൊടികളും സാധനം ഒന്നും ഇടില്ല കേട്ടോ. പാകത്തിനുള്ള വെള്ളവും സെറ്റാക്കി. ഈ ഒരു പ്രശ്നം ഉണ്ട് ഇതല്ലേ, അരി ഇട്ട് കഴിഞ്ഞാലേ ഇത്ര വരുമോ? വെള്ളത്തിന്റെ അളവിൽ തന്നെ അരി കൊണ്ടുപോകും. ഉറപ്പാണോ? നോക്ക, അല്ലെങ്കിൽ നമ്മൾ വേറെ കുക്കർ എടുക്കും, അത്ര തന്നെ. നമ്മക്ക് നമ്മൾ ഇതിൽ അന്ന് അവിടെ നിന്ന് ഉണ്ടാക്കല് കുറച്ചാണല്ലോ, അതുകൊണ്ട് നമുക്ക് അളവ് അറിയാത്തത്. ഇതും അളവൊന്നും അറിയില്ല, ബാക്കി ഉണ്ടാവും നല്ല സംശയമുണ്ട്. ഏതൊരു മനുഷ്യൻ അമ്മളി പറ്റുക പറഞ്ഞ പോട്ടെ. ഞാൻ അപ്പളേ പറഞ്ഞിക്കണേ, എന്തൊക്കെ മേളമായിരുന്നു, പാട്ട് കൂത്ത്. ഈ കുക്കറിൽ കൊള്ളൂല കേട്ടോ. കാരണം ഞങ്ങൾ അവിടുന്ന് വെക്കല് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു ഗ്ലാസ് അരി ഒക്കെ കുഞ്ഞി ഗ്ലാസ്സിൽ അരി ഇടുക. അപ്പൊ ഇതിൽ നമുക്ക് ഈ സാധനം നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അടുക്കളൊക്കെ വലിയ ക്ലീൻ ആക്കിയിട്ട് വാട്ടിയ. അതെ, ഇവിടെ കുറെ നോമ്പ് തുറക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ തിളച്ചു മറിയുന്ന സമയം എനിക്ക് കുക്കറിലെ ഉണ്ടാക്കാൻ അറിയൂ. ഇവിടുത്തെ കുക്കറിലൊന്നും ഈ അരി കൊള്ളുന്നില്ല, അതാ പ്രശ്നം. നിങ്ങളോട് ആരും 1 കിലോ അരി എടുക്കാൻ പറയാൻ ഞാൻ പറഞ്ഞു. അപ്പൊ അതാ ചെമ്പിലേക്ക് മാറ്റല്ല, ഇതിന്റെ പേര്
ഡവറയിലേക്ക് മാറ്റി നമ്മൾ നോക്കുക. അമ്മ വന്നിക്കണെന്ന് തോന്നുന്നു. വന്നില്ല അവളെ. അപ്പം ഇത് തിളക്കി കഴിഞ്ഞു. എന്താണെന്ന് അറിയില്ല, വെള്ളം വറ്റുമോന്നും അറിയൊന്നുമില്ല. ഇത് തിളക്കുന്ന അല്ലേ, ഇത് നോക്കി ഇന്നാ മതിയോ? നമുക്ക് നോമ്പുറക്കുമ്പോഴത്തേക്കുള്ള വെള്ളമൊക്കെ കലക്കണ്ടേ? അത് അവിടുന്ന് അങ്ങനെ വെന്തോട്ടെ. നിങ്ങളത് മൂടിയേക്കി. എന്നിട്ട് നമുക്ക് ഇത് തിളക്കുന്ന സമയം കൊണ്ട് പോയിട്ട് വെള്ളം വെച്ച് കലക്കി വരാം. പ്ലീസ് ഇങ്ങനെ നമുക്ക് വെള്ളം കലക്കി വരാം. അത് മൂടി വെച്ചോളി. നമുക്ക് സർവത്തൊക്കെ കൂട്ടി അരിച്ചാലോ? നല്ല രസം ഉണ്ടാവില്ലേ? സർവത്ത് ബദ്ക സർബത്തുണ്ട്. ആ ഒരു ചോന്ന വെള്ളം കൊണ്ട് അടിക്കുന്നേ. നല്ല ഫീലിംഗ്. എനിക്ക് ഇന്നാ സ്മെല് ചെയ്യുന്ന എന്താ അറിയോ? നിങ്ങളാണുള്ള ചോറ്. ആ സ്മെല്ലുണ്ടാവൊന്നും പറയണ്ട. എന്തിന്റെ സ്മെല്ലാ വരുന്നത്? കരിന്ന സ്മെല്ലൊന്നും ഞങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. കരിന്നിട്ടൊന്നുമില്ല. ഇതിന്റെ ഫീഡ്ബാക്ക് നൗഷിനോടും നാജിനോടൊക്കെ ചോദിക്കണ്ടേ. പഞ്ചസാര തീരിടല്ലോ കേട്ടോ ഞങ്ങള്. ഞങ്ങൾ എന്നും വത്തക്ക ജ്യൂസ് അടിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യൂല. ഞങ്ങൾ സ്ഥിരം ജ്യൂസാണ് വത്തക്ക ജ്യൂസ്. ഇടക്കിടക്കല്ലേ നമ്മളൊന്ന് മാറ്റി പിടിച്ച് പൈനാപ്പിളൊക്കെ ആക്കി. ഇവിടെ എല്ലാവർക്കും വേണ്ടി ജ്യൂസ്. വേറെ ഒന്നും അടിച്ചാൽ ആർക്കും ഒരു ഇമ്പ്രൂവ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമ്മുടെ മലബൂത്ത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല റമളാൻ മലബൂത്ത് അറബികളെ സ്പെഷ്യൽ ഫുഡാട്ടോ ഈ മലബൂത്ത് എന്ന് പറയാൻ. ഓരോരുത്തർ ഓരോ രീതിയിലായിട്ട് ഉണ്ടാക്കുക. ശരിക്കും ഇതായി കുക്കറിലാണ് മലബൂത്ത് ഉണ്ടാക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിലൊക്കെ. പക്ഷെ എന്താക്കാനാണ് ഞങ്ങളുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീട് അരി കൊണ്ടില്ല. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. ഫ്ലേവർ കുറവാണ്. കൊഴിഞ്ഞോ നോമ്പ് പറ്റിട്ട് പണിയെടുപ്പിച്ചെന്ന് പറയോ? അതല്ലാടെ റീല് വെച്ചിട്ടാ പോകുന്ന ബാക്ക്ഗ്രൗണ്ട്. ഒയിന് പോയില്ല ഞാൻ. മറ്റേ നമ്മളെ ക്രീം ബെന്ന് കനാല് പോലെ വീഡിയോ. ഭയങ്കര പോസിറ്റീവായ ആൾക്കാരാണ്. നല്ലപ്പോലൊക്കെ ജീവിച്ചാൽ മതി. നമ്മളൊക്കെ കിട്ടാത്തതിന് സങ്കടപ്പെട്ട് ജീവിക്കുന്നു. ഓലൊക്കെ ഉള്ളത് വെച്ചിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നു. മോട്ടിവേഷൻ നടക്കൂല. നാളെ നമ്മളാളെ എണീച്ച് വന്നിക്കണം. നല്ല തുച്ചിയിലുണ്ട്, പനിക്കുന്നുണ്ട്, ചൂടുണ്ടല്ലോ. മരുന്ന് കൊടുക്കണോ? മരുന്ന് കൊടുക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചോന്നമുളക് ചമ്മന്തിയാണ്. എല്ലാവർക്കും അറിയാം. ചോന്നമുളക് വറുത്തിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വറക്കാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നേക്കാൻ. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ നേരം വൈകിങ്ങനെ. അതിൻ്റെ ഇടയിൽ മോനെ എണീച്ചു. അപ്പോൾ മോനെ പാല് കൊടുത്ത് ആ ഒരു ടൈമായി പോയപ്പോൾ നമുക്ക് നേരം കിട്ടും. തിരക്കിട്ട് ചെയ്യാം. ഈ മയോണൈസ് പഠിക്കാനല്ലേ? മയോണൈസ് നൗഷിനെ കൊണ്ട് അടുപ്പിച്ചാലോ? മോനറിയൂലേ? നൗഷി വന്നിക്കുന്നു മുട്ട അടിക്കാന്. മുട്ടല്ല, മയോണൈസ്. കോഴിമുട്ട, കുറച്ച് മുളക് പൊടി ഇടണ്ടേ? പക്ഷെ എനിക്ക് ഇഷ്ടമായിരിക്കും അന്ന് ബ്രോസ്റ്റിന് നൗഷി അടിച്ച മയോണൈസ്. ഞാൻ വിചാരിച്ച വാങ്ങിയതാണ്. ഓയിലില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. കുറച്ച് ഓയിൽ വെച്ചൂടെ? കുരുമുളക്, കോഴിമുട്ട, വെളുത്തുള്ളി, ഉപ്പ് ഇട്ടിക്കണേ. അങ്ങനാണെങ്കിൽ ഇങ്ങനെ മൊത്തം എടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് പുളി, ഉപ്പ്, തക്കാളി കുഞ്ഞു കാശിനാട്ടോ, കുറച്ച് കറിവേപ്പിലി. ഉപ്പ് വേറെ എന്താണോ? നല്ല സ്പൈസി ആയില്ലേ? സെറ്റായോ? എന്താ പറയാ, കട്ടി. നാരങ്ങ നീര്. ശരി,
കുറച്ചുകൂടി വെള്ളമോ ആ സെറ്റായിരിക്കും. അപ്പൊ ചോറൊക്കെ ഒരു കഥ തന്നെ. ഇതൊക്കെ എടുക്കണം കേട്ടോ. ഇതെൻ്റെ സ്പെഷ്യൽ സാധനം.